പണ്ടൊരു കാട്ടിൽ ഒരു ദുഷ്ടനായ കുറുക്കനുണ്ടായിരുന്നു. ആ കാട്ടിലുള്ള മുയലുകളെ വേട്ടയാടി പിടിക്കലാണ് അവന്റെ ഹോബി. ഇല്ലടാ, നിന്നെ ഒന്നും ചെയ്യത്തില്ല, ചട്ടിയിലിട്ട് പൊരിക്കത്തേ ഉള്ളൂ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ ദുഷ്ടനായ കുറുക്കന് വയസ്സായി. പണ്ടത്തെ പോലെ മുയലുകളെ ഒന്നും ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയാതെയായി. അമ്മേ, വയ്യായേ. ഇങ്ങനെ പോയാൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. മുയലുകളെ പിടിക്കാൻ എന്തെങ്കിലും സൂത്രം കണ്ടുപിടിക്കണം. പൊക്കോ പൊക്കോ, എനിക്ക് വയ്യ. ഹുയ്യടാ ഹുയ്യ, കിട്ടിപ്പോയി. അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ദുഷ്ടനായ കുറുക്കൻ ഒരു സന്യാസിയുടെ വേഷം കെട്ടി മുയലുകളുടെ മാളത്തിനു മുന്നിൽ ധ്യാനത്തിനിരുന്നു. ഓം ഹ്രീം കാടാകെ നമഃ, ഓം ഹ്രീം കാടാകെ നമഃ. നല്ല പരിചയമുള്ള ശബ്ദം എവിടെ നിന്നാണ് കേൾക്കുന്നത്? ദേ, നമ്മുടെ മാളത്തിന് മുന്നിലായി ഒരു കുറുക്കൻ സന്യാസി വന്നിരിപ്പുണ്ട്. അയ്യോ, നമ്മളെ പിടിക്കാൻ വന്നതാണോ? അതാവാൻ വഴിയില്ല. ഇതിനു മുൻപ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. ഇതിനെന്തോ പന്തികേടുണ്ട്. എല്ലാവരും സൂക്ഷിക്കണം. നമുക്കൊന്ന് പോയി നോക്കാം, വാ. അങ്ങനെ കുറുക്കൻ സന്യാസിയെ കാണാൻ മുയലുകൾ എല്ലാവരും മാളത്തിന് പുറത്തിറങ്ങി. ഓം ഹ്രീം കാടാകെ നമഃ, ഓം ഹ്രീം കാടാകെ നമഃ, ഓം ഹ്രീം കാടാകെ നമഃ. നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അത് വേണോ? ഓ, പേടിക്കാതിരിക്ക്, ഞാൻ ഇപ്പൊ വരാം. കുറുക്കൻ സന്യാസിയുടെ മുന്നിലൂടെയും പിന്നിലൂടെയും നടന്നു. ചുറ്റും നോക്കി, ഒരു കുലുക്കവുമില്ല. അത് ശരിക്കും എന്തോ ദിവ്യശക്തിയുള്ള സന്യാസിയാണെന്നാ തോന്നുന്നേ. ഞാനും അത് ശ്രദ്ധിച്ചു. അത് ശരിക്കും സന്യാസി തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവൻ നമ്മളെ പിടിക്കാൻ നോക്കേണ്ടതല്ലേ? എന്നാ നമുക്ക് എല്ലാവർക്കും പോയി സന്യാസിയെ ഒന്ന് കണ്ടിട്ട് വരാം, വാ. അങ്ങനെ എല്ലാവരും കൂടി കുറുക്കൻ സന്യാസിയുടെ അടുത്തേക്ക് പോയി. ഓം ഹ്രീം കാടാകെ നമഃ, ഓം ഹ്രീം കാടാകെ നമഃ. എല്ലാവരും വന്നോ? നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആരാണ്? ഇതിനു മുന്നേ ഈ കാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. നാം കുടുകുടാനന്ദ സ്വാമി. ഈ കാട്ടിലെ ചെറുമൃഗങ്ങളെയെല്ലാം ആപത്തിൽ നിന്നും രക്ഷിക്കാൻ എന്നെ ദൈവം ഇങ്ങോട്ട് നേരിട്ട് പറഞ്ഞയച്ചതാണ്. ഓം ഹ്രീം കാടാകെ നമഃ. ഈ കാട്ടിലൊരു ദുഷ്ടനായ കുറുക്കനുണ്ട്, അല്ലേ? അതെങ്ങനെ അങ്ങേക്ക് മനസ്സിലായി? എല്ലാം അറിയുന്നവൻ ശംഭോ മഹാദേവ. പക്ഷേ ആ കുറുക്കൻ ഇപ്പൊ വയസ്സായി. പണ്ട് വലിയ ശല്യമായിരുന്നു. ഇപ്പൊ ഞങ്ങളോടൊപ്പം ഓടിയെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. പക്ഷേ അവന്റെ ഒരു കൂട്ടുകാരൻ ചെന്നായ ഉണ്ട്. അവൻ ഇപ്പോഴും ഞങ്ങളെ ആക്രമിക്കാൻ വരും. ഓഹോ, ഇനി അങ്ങോട്ട് നിങ്ങളെ ആരും തന്നെ ആക്രമിക്കാൻ വരില്ല. ഈ കാട്ടിൽ ഇനി അങ്ങോട്ട് ശാന്തിയും സമാധാനവും കൊണ്ടുവരലാണ് എന്റെ ലക്ഷ്യം. അതിനൊരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? നമുക്കൊരു ശത്രു സംഹാര പൂജ നടത്തണം. ഈ ശത്രു സംഹാര പൂജയോ? അതെ, അതിനായി നിങ്ങൾ ഓരോരുത്തരായി ആശ്രമത്തിലേക്ക് വന്നാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ ഈ കാട്ടിൽ ജീവിക്കാം. സ്വാമിജി, അങ്ങൊരു വലിയ മനസ്സിനുടമയാണ്. ഞങ്ങൾ ഓരോരുത്തരുമായി അങ്ങയുടെ ആശ്രമത്തിൽ എത്തിക്കോളാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഓരോരുത്തരായി ശത്രു സംഹാര പൂജയ്ക്കായി കുറുക്കൻ സന്യാസിയുടെ ആശ്രമത്തിൽ എത്താൻ തുടങ്ങി. എന്നാൽ കുറുക്കൻ സന്യാസിയുടെ ആശ്രമത്തിൽ പോയ മുയലിനെ കുറെ സമയമായിട്ടും കാണാതായപ്പോൾ മുയലുകളിൽ ചിലർക്ക് സംശയമായി. പൂജയ്ക്ക് പോയ മിട്ടുവിനെ ഇതുവരെ ആയിട്ടും കണ്ടില്ലല്ലോ. ഇല്ല, ചിലപ്പോൾ പൂജ കഴിഞ്ഞ് കാണില്ല. എനിക്കെന്തോ പേടിയാകുന്നു. നമുക്ക് സാമുജിയുടെ ആശ്രമം വരെ ഒന്ന് പോയി നോക്കിയാലോ? അല്ല, എന്താ എല്ലാവരും കൂടി? സ്വാമിജി, പൂജയ്ക്ക് വന്ന മിട്ടുമുയൽ ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല.
ആ അതൊക്കെ വന്നോളൂ. പൂജ കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ട് പറഞ്ഞയക്കാം. ഇതിനെന്തോ പന്തികേടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. പക്ഷേ എങ്ങനെ? ഐഡിയ, വഴിയുണ്ട്. അങ്ങനെ മുയലുകളുടെ കൂട്ടുകാരനായ എലി കുറുക്കന്റെ ആശ്രമത്തിലേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കി. അതിലൂടെ അവ ആശ്രമത്തിനുള്ളിലേക്ക് കടന്നു. അവിടെ എത്തിയപ്പോൾ മുയലുകൾ കണ്ടത് കെട്ടിയിട്ട തങ്ങളുടെ കൂട്ടുകാരനെയാണ്. നിങ്ങൾ വേഗം തന്നെ തുരങ്കമായി രക്ഷപ്പെട്ടോളൂ. എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്. എല്ലാം തീർത്ത് വേഗം വന്നേക്കണേ. എലി തന്റെ കയ്യിൽ കരുതിയ കരിമരുന്ന് വിതറി തുരങ്കത്തിന് പുറത്തേക്ക് നടന്നു. തുരങ്കത്തിന് പുറത്തെത്തിയതും എലി കരിമരുന്നിന് തീ കൊടുത്തു. തീ തുരങ്കത്തിനുള്ളിലൂടെ പോയി ആശ്രമത്തിന് തീ പിടിച്ചു. വാലിൽ തീ പിടിച്ച കുറുക്കൻ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ആ കുറുക്കനെ ആരും കണ്ടിട്ടില്ല. പണ്ടൊരു കാട്ടിൽ ചെറിയ മാളത്തിൽ ഒരമ്മ എലിയും 4 കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു. എന്നാൽ ആ 4 കുഞ്ഞുങ്ങളിൽ ഒരു എലി മാത്രം നീല നിറമായിരുന്നു. അവൾ ബാക്കി കുഞ്ഞുങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തയായിരുന്നു. അവൾ എപ്പോഴും അമ്മയെ സഹായിച്ച് വീട്ടുജോലികളെല്ലാം നോക്കി മിടുക്കിയായി വളർന്നു. രണ്ടാമത്തെ എലിക്കുഞ്ഞ് ഒരു സംസാരപ്രിയനായിരുന്നു. അമ്മയെ സഹായിക്കേണ്ടതിന് പകരം ഒഴിവു സമയങ്ങളിൽ ഒരു മരത്തിന് താഴെ കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കലാണ് അവന്റെ ഹോബി. മൂന്നാമത്തെ എലി ഒരു സൗന്ദര്യ സ്നേഹിയായിരുന്നു. അമ്മയെ സഹായിക്കേണ്ടതിന് പകരം ഒഴിവു സമയങ്ങളിൽ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് മേക്കപ്പ് ഇടലാണ് അവളുടെ ഹോബി. നാലാമനാകട്ടെ ഏതു നേരവും ഉറക്കമാണ്. ഒരു ദിവസം അവളുടെ കൂടെ ഒന്ന് പുറത്തുപോയി പഴങ്ങൾ പറിച്ചു വന്നേ. എനിക്ക് കാലിന് നല്ല സുഖമില്ല. അവളെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കണ്ട. എന്നിട്ട് ഉറക്കം വന്നിട്ട് വയ്യ, നല്ല ക്ഷീണം. അവളോട് പിന്നെ പോകാമെന്ന് പറ. ഇത് കേട്ട അമ്മ എലിക്ക് സങ്കടമായി. അമ്മ നേരെ കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്ന മൂന്നാമത്തെ എലിയുടെ അടുത്തേക്ക് പോയി. മോനെ, ഒന്ന് അവളുടെ കൂടെ പുറത്തു പോയി പഴങ്ങൾ പറിച്ചു വന്നേ. എനിക്ക് കാലിന് നല്ല സുഖമില്ല. അവളെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കണ്ടല്ലോ, ഒന്ന് കൂട്ടിന് പോയേ. ഞാനൊരു പണിയെടുക്കുന്നത് കണ്ടില്ലേ അമ്മേ? അവള് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഇത്രയും കാലം അമ്മ കൂട്ടുപോയില്ലേ, ഇനി അവൾ ഒറ്റയ്ക്ക് പോട്ടെ. അങ്ങനെയല്ലേ പഠിക്കുക? ഇത് കേട്ട അമ്മ രണ്ടാമത്തെ എലിയുടെ അടുത്തും പോയി കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ എലിയും കൂട്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പതിവ് പോലെ നീല എലിയും അമ്മയും കൂടി പഴങ്ങൾ പറിക്കാൻ പുറത്തിറങ്ങി. അവർ എല്ലാവർക്കും വേണ്ടിയുള്ള പഴങ്ങൾ പറിച്ചു. കുട്ടകൾ നിറച്ച് വീട്ടിലേക്ക് വന്നു. പഴങ്ങളുടെ മണം വന്നതോടെ എല്ലാവരും ഒരുമിച്ച് വന്ന് പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസവും നീലയും അമ്മയും പുറത്തുപോയി കഷ്ടപ്പെട്ട് പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരും. മറ്റു 3 എലികളും അതൊക്കെ വന്ന് കഴിച്ചു തീർക്കും. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറ്റു 3 എലികളുടെയും സ്വഭാവത്തിലും ഒരു മാറ്റവും കാണാത്ത എലിയമ്മ സങ്കടത്തിലായി. അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അവർ മാറാനൊന്നും പോകുന്നില്ല. നമുക്ക് നന്നായി ആലോചിച്ചൊരു തീരുമാനമെടുക്കാം. അതെ മോളെ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമുക്ക് എങ്ങനെ അവരെ മാറ്റാൻ പറ്റും? എനിക്കൊരു ഐഡിയ തോന്നുന്നു. നീല എലി അവൾക്ക് കിട്ടിയ ഐഡിയ അമ്മയോട് പറഞ്ഞു. നമുക്കൊന്ന് അങ്ങനെ ചെയ്തു നോക്കാം. അങ്ങനെ നീല എലി പറഞ്ഞു കൊടുത്ത ഐഡിയ പോലെ 3 ദിവസം അടുപ്പിച്ച് പഴങ്ങളൊന്നും തന്നെ ഇല്ലാതെ വീട്ടിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ മറ്റു 3 എലികൾ ആഹാരമൊന്നും കിട്ടാതെ വിശന്നിരിക്കാൻ തുടങ്ങി. ക്ഷീണം, ഞാനൊന്ന് പോയി കിടക്കട്ടെ. സംസാരപ്രിയനായിരുന്ന നമ്മുടെ രണ്ടാമത്തെ എലി ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റാതെയായി. സൗന്ദര്യ സ്നേഹിയായിരുന്ന മൂന്നാമത്തെ എലിയും ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ സൗന്ദര്യം നോക്കാൻ ഒരു മൂടില്ലാതെയായി. ഏതു നേരവും ഉറങ്ങിയിരുന്ന നാലാമനാകട്ടെ ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു. അങ്ങനെ 3-ാമത്തെ ദിവസം 3 പേർക്കും വിശപ്പ് കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാതെയായി. അവർ
അമ്മ ആഹാരമായി വരുന്നത് കാത്തിരുന്നു. അമ്മ വരുന്നത് കണ്ട 3 പേരും അവരുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, അമ്മ ഇന്നും ഒന്നും കൊണ്ടുവന്നില്ലേ? ഈ വയ്യാത്ത ഞാനും നിങ്ങളുടെ മൂത്ത സഹോദരിയെ ഇവിടം കൂടി പോയാൽ എല്ലാവർക്കുമുള്ള ആഹാരം കൊണ്ടുവരാൻ പാടാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുമല്ലേ. നിങ്ങൾ 3 പേരും കൂടി വന്നാൽ പണികൾ കുറച്ചുകൂടി എളുപ്പമാകും. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളും ഞങ്ങളോടൊപ്പം വരും. എന്താ, റെഡിയല്ലേ? തീർച്ചയായും. നല്ല കുട്ടികൾ. ഇതും പറഞ്ഞ അമ്മ എല്ലാവർക്കും ഓരോ ആപ്പിൾ വീതം കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം ശേഖരിക്കാൻ പോയി തുടങ്ങി. അങ്ങനെ അവർ അവരുടെ മടിയെല്ലാം മാറ്റിവെച്ച് തങ്ങൾക്കുള്ള ഭക്ഷണം ശേഖരിച്ചു. അമ്മയ്ക്ക് സന്തോഷമായി. ഇനി മുതൽ തന്റെ സഹോദരങ്ങളുടെ കൂടെ ഒരുമിച്ച് പണിയെടുക്കുകയും സമയം ചിലവഴിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യാമല്ലോ എന്നോർത്ത് നമ്മുടെ നീലയിരിക്കും സന്തോഷമായി. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു തുടങ്ങുമ്പോൾ നല്ല കാര്യങ്ങളും സംഭവിച്ചു തുടങ്ങും. പണ്ടൊരു കാട്ടിൽ സുഹൃത്തുക്കളായ 2 മുയലുകൾ ജീവിച്ചിരുന്നു, മിട്ടുവും ചൊട്ടുവും. പെട്ടെന്നാണ് എന്തോ ഒരു തിളക്കം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണിത് തിളങ്ങുന്നത്? എവിടെ? അവിടെ. ഹായ്, നല്ല രസമുണ്ടല്ലോ കേൾക്കാനും. ഇതേതോ നാട്ടാനയുടെ കയത്തിൽ നിന്ന് വീണു പോയതാണെന്ന് തോന്നുന്നു. അത് നമുക്ക് വേണ്ട, അതവിടെ തന്നെ വെച്ചേക്ക്. അയ്യടാ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കിത് വേണം. ഞാനും ഇത് നാട്ടാനകളെ പോലെ കയത്തിൽ കെട്ടി നടക്കും. പറയുന്നത് കേൾക്ക്, അതവിടെ തന്നെ വെച്ചേക്ക്. ഞാനിത് എവിടെയും വെക്കില്ല, എനിക്കിത് വേണം. അത് കയ്യിൽ വെച്ചാൽ അപകടമാണ്. ഒരു അപകടവും ഉണ്ടാവില്ല. ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. എന്തായാലും ഇതും പിടിച്ച് എന്റെ കൂടെ നടക്കണ്ട, ഞാൻ പോവുക. ഇതും പറഞ്ഞ് മിട്ടുമുയൽ നടന്നുപോയി. അവൻ പോണേ പോട്ടെ. ഈ മണി ബാക്കി കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ കാണിച്ചു കൊടുക്കണം. ഇത് കൊള്ളാമല്ലോ. എവിടെ നിന്ന് കിട്ടിയ നിനക്കിത്? വഴിയിൽ നിന്ന് കിട്ടിയതാ. നല്ല രസമില്ലേ? ഈ മണി കയ്യിൽ വെക്കുന്നത് അപകടമാണ്. എന്ത് അപകടം? ഒരു അപകടവും ഉണ്ടാവില്ല. വെറുതെ പേടിക്കാതെ മുത്തശ്ശ. ഞാൻ ഇത് കയത്തിൽ കെട്ടി നടക്കാൻ പോവുക. ഇതും പറഞ്ഞ് ചൊട്ടുമുയൽ ദേഷ്യം പിടിച്ച് അവിടെ നിന്നും കഴുത്തിൽ കെട്ടിയ മണിയുമായി നടന്നുപോയി. വിശന്നിട്ട് വയ്യല്ലോ. ഒരു എലിയെ പോലും കാണാനില്ലല്ലോ. അപ്പോഴാണ് അതുവഴി മിട്ടുമുയൽ നടന്നു വന്നത്. കുറുക്കനെ കണ്ടതും മിട്ടുമുയൽ ഓടി രക്ഷപ്പെട്ടു. എന്നെ കാണുമ്പോൾ തന്നെ ഓടിക്കളയും. പിന്നെ എങ്ങനെ എന്റെ വിശപ്പ് മാറിക്കിട്ടും? പാവം ഞാൻ. അപ്പോഴതാ അതുവഴി കഴുത്തിൽ കെട്ടിയ മണിയുമായി ചുട്ടുമുയൽ നടന്നു വന്നു. മുയലിനെ കണ്ടതും കുറുക്കൻ മരത്തിന്റെ പിറകിൽ ഒളിച്ചു. ആപത്ത് വരുമ്പോഴും അവർക്കാർക്കും ഇതുപോലത്തെ മണി കിട്ടിയില്ലല്ലോ. അതിന്റെ അസൂയായിരിക്കും. ഇത് കയത്തിൽ കെട്ടി ഇങ്ങനെ നടക്കാൻ തന്നെ എന്തൊരു ഗമയാ. അതെ, ഒരാന നടക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു. ഞാൻ നിന്നെ പിടിക്കാനിരിക്കുവായിരുന്നു. എന്റെ അമ്മച്ചി, എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ, ചൊട്ടു അപകടത്തിലാണല്ലോ. കൂട്ടുകാരെ വിളിച്ച് വേഗം വരാം. നിക്കടവിടെ, എനിക്ക് വിശന്നിട്ടല്ലേ, പ്ലീസ്.
അവനെ കാണുന്നില്ലല്ലോ. ഇത്ര പെട്ടെന്ന് അവൻ ഇതെവിടെ പോയി? ഹഹഹ, കഴുത്തിൽ മണിയുള്ളത് ഭാഗ്യം. അവൻ ആ കുറ്റിക്കാട്ടിൽ തന്നെ ഉണ്ട്. ഹിഹിഹി, ചാക്കിട്ട് തന്നെ പിടിക്കാം. അപ്പോൾ ഓടാൻ കഴിയില്ലല്ലോ. അങ്ങനെ അവൻ ചാക്കിലായി. ഹഹഹഹഹ. നമ്മുടെ ചൊട്ടുമുയലിനെ ആ കള്ളക്കുറുക്കൻ പിടിച്ച് ചാക്കിലാക്കി. അവനോട് ഞാൻ പറഞ്ഞതാണ് അത് കഴുത്തിലിട്ട് നടക്കരുതെന്ന്. ഞാനും പറഞ്ഞതാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെല്ലാവരും എന്റെ കൂടെ വരൂ. നമുക്ക് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഓ, വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. ഇനിയെങ്കിലും മുതിർന്നവർ പറയുന്നത് കേൾക്ക്. സോറി മുത്തശ്ശ, എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഇനി ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാണിക്കില്ല. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. പണ്ടൊരു കാട്ടിൽ സുന്ദരിയായ മുയൽ താമസിച്ചിരുന്നു. അവൾ ഭംഗിയുള്ള ഒരു ചുവപ്പ് തൊപ്പി എപ്പോഴും ധരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും കുസൃതിക്കുട്ടി, ചുവന്ന സുന്ദരി എന്ന് വിളിച്ചു. ഒരു ദിവസം അവളുടെ അമ്മ ഒരു ചെറിയ കുട്ടയുമായി അവളുടെ അടുത്തേക്ക് വന്നു. നമ്മുടെ മുത്തശ്ശിക്ക് തീരെ സുഖമില്ല. ദാ, മുത്തശ്ശിക്ക് വേണ്ടി കുറച്ച് പഴങ്ങളാണ് ഇതിലുള്ളത്. ഇത് കൊണ്ടുപോയി മുത്തശ്ശിക്ക് കൊടുക്കാം. മുത്തശ്ശിക്ക് അതൊരു ആശ്വാസമാകും. ശരി അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ പോകാം. ഇത് കേട്ടതും ചുവന്ന സുന്ദരി തന്റെ ചുവപ്പ് തൊപ്പി നേരെയാക്കി തന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. അപ്പോഴാണ് അതുവഴി ഒരു ആന നടന്നു വന്നത്. അല്ല, എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് ഈ നേരത്തൊരു യാത്ര? മുത്തശ്ശിക്ക് തീരെ സുഖമില്ല. അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശിയെ കാണാൻ പോവുകയാ. കൂട്ടിന് വേറെ ആരെങ്കിലും വിളിച്ചുകൂടായിരുന്നോ? അത് കുഴപ്പമില്ല, ഇവിടെ അടുത്തല്ലേ. എന്തായാലും സൂക്ഷിച്ചു പോണേ. ഞാൻ കുറച്ചു കഴിഞ്ഞാൽ അതുവഴിയാണ് വരിക. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വരാം. എന്താ? ഓക്കേ. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും പിരിഞ്ഞു. അങ്ങനെ അവൾ വീണ്ടും കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരു കുറുക്കൻ അവളുടെ മുന്നിൽ വന്നു നിന്നു. നമസ്കാരം. എങ്ങോട്ടേക്കാണ്? ഒറ്റയ്ക്കൊരു യാത്ര. എന്താണ് ഈ കുട്ടയിൽ? എന്റെ മുത്തശ്ശിക്ക് തീരെ വയ്യ. അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശിയെ കാണാൻ പോവുകയാ. മുത്തശ്ശിക്കുള്ള ഭക്ഷണമാണ് ഇതിലുള്ളത്. ഹഹഹ, എന്തായാലും നന്നായി. എനിക്കും നിന്റെ മുത്തശ്ശിയെ കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹം. എവിടെയാ മുത്തശ്ശിയുടെ വീട്? മഞ്ചാടിക്കുന്നിനപ്പുറമാണ്. ഓ, കുറച്ച് പോകാനുണ്ട് അല്ലേ? എനിക്കിവിടെ കുറച്ചുകൂടി ജോലിയുണ്ട്. ഞാൻ പിന്നെ വന്ന് മുത്തശ്ശിയെ കണ്ടോളാം. ഓക്കേ, എന്നാ ശരി, ഞാൻ പോട്ടെ. ബൈ. ഇതും പറഞ്ഞ് ചുവന്ന സുന്ദരി മുയൽ നടന്നു നീങ്ങി. ഹഹഹ, ഇവളവിടെ എത്തുമ്പോഴേക്കും കുറുക്കു വഴിയിലൂടെ പോയി മുത്തശ്ശിയെ പിടിക്കാം. എന്നിട്ട് ഇവളെ കാത്തിരിക്കാം. ഹഹഹഹ. ആ ചുവന്ന സുന്ദരി മുയൽ പോകുന്ന വഴിയിൽ ഒരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. അതിൽ നിറയെ പല നിറത്തിലുള്ള ചിത്രശലഭങ്ങളും ഉണ്ടായിരുന്നു. സമയം കുറുക്കൻ തന്റെ കുറുക്കു വഴികളിലൂടെ ചുവന്ന സുന്ദരി മുയൽ എത്തുന്നതിന് മുന്നേ അവൾ പറഞ്ഞു കൊടുത്ത മുത്തശ്ശിയുടെ വീടിന് മുന്നിലെത്തി. ജനൽ വഴി കുറുക്കൻ പതുക്കെ തലയിട്ട് നോക്കി. പെട്ടെന്നാണ് മുത്തശ്ശി കുറുക്കനെ കണ്ടത്. കുറുക്കനെ കണ്ടതും മുത്തശ്ശി അലറി.
കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഒരു റൂമിൽ പോയി വാതിലടച്ചു. എല്ലാം പെട്ടെന്നായത് കൊണ്ട് തന്നെ നടന്നതെന്തെന്ന് കുറുക്കന് മനസ്സിലായില്ല. അവന് ദേഷ്യം വന്നു. കുറുക്കൻ വീട്ടിലേക്ക് കയറി. കൊള്ളാം, ഈ മുത്തശ്ശിയുടെ തലയിലിടുന്ന തുണിയും ഈ പുതപ്പും മൂടിക്കൊണ്ട് ഈ സോഫയിൽ ഞാൻ കാത്തിരിക്കാം. ആ ചുവന്ന സുന്ദരി എന്നെ അവളുടെ മുത്തശ്ശിയാണെന്ന് കരുതി എന്റെ അടുത്തേക്ക് വരും. കുറുക്കൻ അവിടെ തൂക്കിയിട്ട മുത്തശ്ശിയുടെ തലയിലിടുന്ന തുണിയും തൊപ്പിയും കൈക്കലാക്കി. അതിനുശേഷം സോഫയിൽ പുതച്ചു മൂടിക്കിടന്നു. മുത്തശ്ശിയുടെ ശബ്ദത്തിൽ കുറുക്കൻ ചോദിച്ചു, ആരായത്? മുത്തശ്ശി, വാതിൽ തുറക്ക്. ഇത് ഞാനാ, മുത്തശ്ശിയുടെ ചെറുമോളാ. ഉള്ളിലേക്ക് വരൂ മോളെ. മുത്തശ്ശി ഈ സോഫയിൽ കിടക്കുന്നുണ്ട്, തീരെ വയ്യ. മോളങ്ങോട്ടൊന്ന് വന്നേ. കുറുക്കൻ തന്റെ ശരീരത്തിലെ കുറെ ഭാഗങ്ങൾ ആ പുതപ്പിനുള്ളിലേക്ക് മറച്ചു പിടിച്ചു. തല തുണി കൊണ്ടും മൂടി. മുത്തശ്ശി, മുത്തശ്ശിക്ക് തീരെ വയ്യ അല്ലേ? ആ അതെ മോളിന്ന് അടുത്തേക്ക് വന്നേ. മുത്തശ്ശിയുടെ ചെവി എന്താ ഇങ്ങനെ? സുഖമില്ലാഞ്ഞിട്ടാ മോളെ, ചെവി വേദനയാണ് മോളെ, അതുകൊണ്ടാണ് ചെവി വലുതായത്. അയ്യോ, മുത്തശ്ശിയുടെ രണ്ട് സൈഡിലുള്ള പല്ലും വലുതായിട്ടുണ്ടല്ലോ. പല്ലുവേദനയുണ്ടോ? ഓ ഉണ്ട്. ഇല്ലാത്ത വേദനകൾ ഒന്നും തന്നെ ഇല്ല മോളെ. ഇപ്പൊ എനിക്ക് വിശപ്പിന്റെ വേദനയാ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ. അപ്പോഴാണ് ഒരാന അതുവഴി നടന്നു പോയത്. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ, രക്ഷിക്കണേ. ഇത് കേട്ട ആന ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി. ഇത് കേട്ട കുറുക്കൻ പേടിച്ചു വിറച്ചു. ആനയെ കണ്ടതും കുറുക്കൻ പേടിച്ചോടിപ്പോയി. തന്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലാക്കിയ ചുവന്ന സുന്ദരി മുയൽ ഓടി വന്ന് ആനയെ കെട്ടിപ്പിടിച്ചു.